പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രത്യേകിച്ച് മലയാളികൾക്ക് സന്തോഷത്തിന്റെ ഒരാഴ്ച എം നോട്ട്സ് സമ്മാനിക്കുകയാണ്. പഠനം മുടങ്ങിയ എല്ലാവർക്കും എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ ടീം താങ്കൾക്ക് പഠനം ക്രമപ്പെടുത്തി തരാൻ ഒരു മേള സംഘടിപ്പിക്കുകയാണ്. ഓൺലൈൻ അദാലത്ത് ഓൺലൈൻ ആണ്. വളരെ സന്തോഷകരമായ ഒരു വർത്തമാനമാണ് ഇത്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി ഇഷ്ടം പോലെ ആളുകളുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇവിടെ ലൈവില് ചാറ്റ് ചെയ്തോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ മീറ്റിംഗ് വേണമെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ ദൈർഘ്യത്തിൽ നമുക്ക് കൊണ്ടുപോകുന്നതിന് ഒരു തെറ്റുമില്ല. സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിന്റെ സ്റ്റാഫ് എല്ലാവരും ഇപ്പോൾ സജ്ജരായിരിക്കുകയാണ്. 1000-ൽ പരം അഡ്മിഷൻ വന്നാലും ഈ ഒരാഴ്ചയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങളെ ക്രമപ്പെടുത്തി തരാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. എന്താണ് ഈ മേളയുടെ പ്രത്യേകത? ക്രെഡിറ്റ് ട്രാൻസ്ഫർ മേളയാണ്. ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ പ്രത്യേകത 2 തരത്തിലുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. പിന്നെ ഒരു തരമുണ്ട് ചതിക്കുഴി. ചതിക്കുഴി എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫറിനെ പറ്റി ആദ്യം ഞാൻ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ 2 ട്രാൻസ്ഫറിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. എന്തിന് നിങ്ങൾ ചതിക്കുഴികളിൽ വീഴണം? ചതിക്കുഴിയിൽ വീഴണ്ടോ? കൃത്യമായി നേരായി നയിക്കാൻ നല്ല പടയാളികൾ ഉണ്ട് എങ്കിൽ, നല്ല യോദ്ധാക്കൾ ഉണ്ട് എങ്കിൽ, നല്ല കൗൺസിലേഴ്സ് ഉണ്ട് എങ്കിൽ, നല്ല അക്കാഡമിക് കൗൺസിലർമാരുണ്ട് എങ്കിൽ, നല്ല അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ ടീം ഉള്ള ഒരു സ്ഥാപനം ഉണ്ട് എങ്കിൽ, വി ക്യാൻ ഗൈഡ് യു. ആസ്ക് മീ ഹൗ. എങ്ങനെയാണ് എന്ന് താങ്കൾ കൃത്യമായി ചോദിച്ചോ, അത് നമുക്ക് പറഞ്ഞു തരാം. വഞ്ചിക്കപ്പെടരുത്. ഇഗ്നോയുടെ കാര്യത്തിൽ താങ്കൾ സേഫ് ആണ്. 2 തരത്തിലുള്ളതുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഒരു തരത്തിൽ വഞ്ചനയാണ്, വേറെ 2 തരത്തിലാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉള്ളത്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതില് ഇഗ്നോയുടെ പഠന രീതി വളരെ വളരെ വലുതാണ്, വളരെ നല്ല പഠന രീതിയാണ്. ആ ഇഗ്നോയുടെ പഠന രീതി അനുസരിച്ച് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളെ ചില വസ്തുതകൾ ബോധിപ്പിക്കാം. എന്താണ് ചില വസ്തുതകൾ എന്നല്ലേ താങ്കൾ ചോദിക്കുന്നത്? ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ പേരിൽ നടക്കുന്ന ചില തട്ടിപ്പുകൾ. ഈ വീഡിയോ 3 പാർട്ടാണ്. ഒന്ന്, ക്രെഡിറ്റ് ട്രാൻസ്ഫർ സത്യത്തിൽ എന്താണ്? ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ പേരിൽ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിൽ, പല സോഷ്യൽ മീഡിയയിൽ പല വഞ്ചകരുണ്ട്. അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞു വരുന്നവരെല്ലാവരും തട്ടിപ്പാണ്. അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കാശ് കൊടുത്ത് പരസ്യം ചെയ്യുകയാണ്. കാശ് കൊടുത്ത് പരസ്യം ചെയ്ത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തു തരാം എന്ന് പറയുന്നവർ കൊടുത്ത കാശിന്റെ 100 ഇരട്ടി വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ സത്യസന്ധമായി ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണ് എന്ന് നിങ്ങളെ ബോധിപ്പിക്കുന്നു. ഈ ഒരാഴ്ച തന്നെയാണ് നമ്മുടെ വർത്തമാനം. മറ്റൊരു ടീം കൃത്യമായി സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ നോർമൽ അഡ്മിഷൻ എടുത്തു കൊടുക്കാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി കൂടുതൽ നന്നായി മനസ്സിലാക്കാം. ഇത് നിങ്ങളുടെ ജീവിതമാണ്. 1 മണിക്കൂർ ഇതിനു വേണ്ടി സമയം ചെലവഴിച്ചോളൂ. അത്യപൂർവം കിട്ടുന്ന ഒരു സുവർണാവസരമാണ്. താങ്കൾ വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. മുബാറക് മാസ്റ്റർ നൽകുന്ന അത്യുത്തരമായ അതിഗംഭീരമായ ഒരു സമ്മാനമാണ് ഇത്. സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സീഡ് ട്രസ്റ്റ് കേരളയിലൂടെ ഈ തരുന്നതില് ഒന്ന്, ഇഗ്നോയ്ക്ക് അകത്ത് തന്നെ ഉള്ളവർ, അതിനെ ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. ഇഗ്നോയിൽ അകത്ത് പഠനം പൂർത്തിയായി 6 കൊല്ലം കഴിഞ്ഞ ഡിഗ്രിക്കാർ, 5 കൊല്ലം കഴിഞ്ഞ PGക്കാർ, 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമക്കാർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ഫെയിൽ ആയിരിക്കുമ്പോൾ, നിങ്ങളെ ക്രമപ്പെടുത്തി തരാൻ ഇഗ്നോയ്ക്ക് അകത്തും ഇഗ്നോയുടെ പുറത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉള്ളവർക്ക്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ
രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമേ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാൻ അധികാരമുള്ളൂ. അപ്പൊ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആദ്യം ഇഗ്നോയിലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എടുക്കണമെങ്കിൽ ഇഗ്നോയിലെ റൂൾ എന്താണ് എന്ന് അറിയണം. ഇഗ്നോയുടെ റൂൾ എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് നാട്ടിൽ ഇഗ്നോയുടെ പേരിന്റെ സാമ്യം പോലെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവർ ഒരുപാടുണ്ട്. അത് നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചറിയണം. അതിനാണ് ഇനിയുള്ള സെക്കൻഡുകൾ നമ്മൾ സമയം ചെലവഴിക്കുന്നത്. 3 കാര്യമാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. 1, യഥാർത്ഥ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്താണ് എന്ന ഇഗ്നോയുടെ ഒഫീഷ്യൽസ് ഇൻഫർമേഷൻസ് ഞാൻ താങ്കളെ അറിയിക്കുന്നു. ഇഗ്നോയ്ക്ക് അകത്തുള്ള ഇന്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ, ഇഗ്നോയുടെ പുറത്ത് നിൽക്കുന്ന മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് എക്സ്റ്റേണൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ. ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ പേരിൽ ഈ ന്യൂ ജനറേഷൻ മെത്തേഡില് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തട്ടിപ്പുകൾ, തട്ടിപ്പിന് ഇരയായ ഒരു വ്യക്തിയോട് നമുക്ക് ആദ്യം മുന്നോട്ട് പോകാം. ആറ് മാസം കൊണ്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ. അതായത് ഞാൻ ബികോം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവര് പറയുന്നു നമുക്ക് പോയി ഡിസംബറിൽ എക്സാം എടുക്കുന്നത് 2 മാസം കൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പൊ ഇത് ലീഗലാണ്, UGC UPSC അംഗീകൃതമാണ്. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റി ഉണ്ട്, പിന്നെ സിക്കിം പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഞാൻ അപ്പോ രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇഗ്നോയിൽ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ആ സാറിനെ കോൺടാക്ട് ചെയ്തു. എന്നിട്ടോ അതറിയാൻ വേണ്ടി സാറിനോട് അവര് എത്ര രൂപയാണ് ആവശ്യപ്പെടുന്നത്? അവര് പറയുന്നത് ടോട്ടൽ 45,000 രൂപ. എന്നിട്ട് അവർ എന്ത് ചെയ്യും? അവര് പറയുന്നത് ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അത് ട്രാൻസ്ഫർ ചെയ്ത് ഈ യൂണിവേഴ്സിറ്റിയുടെ ആക്കിയിട്ട് എന്ന് ആര് പറഞ്ഞു? അവരെങ്ങനെ പറഞ്ഞത്? അല്ലെ, 45,000 രൂപ ഇയാൾ കൊടുത്താല് ഏത് യൂണിവേഴ്സിറ്റിയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഏത് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഇയാൾക്ക് കിട്ടുക? രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ അധികാരമുണ്ട് എന്ന് ഇയാൾക്ക് അറിയോ? അവർ പറഞ്ഞത് ഹയർ സ്റ്റഡിക്ക് എന്തിനു വേണ്ടിയിട്ടാ? ഏത് യൂണിവേഴ്സിറ്റി? നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഏതെങ്കിലും കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ചെയ്തിട്ട് ഈ രൂപത്തിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റിയും അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇയാളുടെ അവസ്ഥ എന്തായിരിക്കും? പറയാൻ പറ്റില്ല. വീട്ടില് ബാങ്ക് ബാലൻസ് ഒക്കെ ലക്ഷക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടോ? നാട്ടില് നല്ല അറിയപ്പെടുന്ന പുള്ളിയാണോ? അപ്പൊ ഇയാൾക്ക് ഈ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന കുറെ കാര്യങ്ങളെ പറ്റി ഒരു ബോധ്യവും ഇല്ലേ? ആരാ പറഞ്ഞത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തു തരാം? ഇതിനു മുമ്പ് ഹെൻസൺ എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഹെൻസൺ എന്നൊരു സാങ്കല്പിക പേരാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഒരു സാങ്കല്പിക പേരാണ് പറയുന്നത്. അപ്പൊ ഇയാൾ ഇതിനു മുമ്പ് എന്റെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞിരുന്നത് ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി? നല്ലതാണെന്നാണോ പറഞ്ഞത്? അതോ 3 വർഷം തന്നെ ചെയ്യണം എന്നാണോ പറഞ്ഞത്? അപ്പൊ 3 വർഷം അല്ലാതെ 1 വർഷം 2 വർഷം ചെയ്തിട്ട് പറ്റിക്കപ്പെട്ടതാണെന്ന് അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ഭാവിയില്? നമ്മുടെ നാട്ടിലെ പ്രശസ്തരായ രാഷ്ട്രീയ പ്രവർത്തകർ, വിദ്യാർത്ഥി സംഘടനകളിലെ രാഷ്ട്രീയ പ്രവർത്തകർ
ഇതേ രവീന്ദ്രനാഥ് ടാഗോർ യൂണിവേഴ്സിറ്റിയും അതുപോലെ ഷാങ്ഷൂങ് യൂണിവേഴ്സിറ്റിയും ഇപ്പൊ ജയിലിന്റെ അകത്താണെന്ന് അറിയാമോ? രജിസ്ട്രേഷൻ ക്ലോസ് ആവും. ആകാശം 2-3 ദിവസത്തിനുള്ളിൽ ഇടിഞ്ഞു വീഴും. ഈ 2-3 ദിവസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ആകാശം മൊത്തം ഇടിഞ്ഞു വീഴും. അപ്പൊ അവർ താങ്ങി നിർത്തും. ഇയാളുടെ ജീവിതത്തെ താങ്ങി നിർത്താനാണ് അത്തരത്തിലുള്ള ആളുകളെ ദൈവം ഇറക്കി വെച്ചിരിക്കണേ. ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലാവുന്നില്ലേ? ഇനി പരീക്ഷയെ പറ്റി അവരെന്താ പറഞ്ഞത്? ഓൺലൈൻ എഴുതാം. ഫോണില് ഇയാള് ബികോം അല്ലേ ഇപ്പൊ ചെയ്യണേ? ബികോം ഫോണില് നമ്മള് ടാലി ഒക്കെ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ഫോണില് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ അവർ പറയുന്നതിൽ എന്താണ് ഒരു ലോജിക്ക്? ഹലോ, 3 കൊല്ലം കംപ്ലീറ്റ് ചെയ്തതല്ല, 6 കൊല്ലം തന്നെ സമയം എടുത്ത് ചെയ്തു. 6 കൊല്ലം പൂർത്തിയായില്ലേ? എന്നിട്ട് നിങ്ങളുടെ സമയം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാത്തത് കൊണ്ടാണല്ലോ യൂണിവേഴ്സിറ്റി പറ്റില്ല എന്ന് പറഞ്ഞത്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ക്രെഡിറ്റ് ഒക്കെ നടപ്പിലാക്കുക. അപ്പൊ കേരളത്തിൽ ഇല്ലാത്ത സംഭവം എങ്ങനെ അന്യനാട്ടിൽ മാത്രം വന്ന് പൊന്തി വന്നിട്ട് ഏറ്റവും വലിയ സംസ്ഥാനം ഏതാ? അവിടെ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഇങ്ങനെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ കാര്യം പറയുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആദ്യം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മാതൃകയായിട്ടുള്ള ആ യൂണിവേഴ്സിറ്റി അല്ലേ നിങ്ങൾക്ക് തരിക? അപ്പൊ ഈ സംഭവം പരീക്ഷയെ പറ്റി അവരെല്ലാം ഓൺലൈനിൽ നിങ്ങൾ 40 എത്ര പേപ്പർ എഴുതിപ്പിക്കാമെന്നാണ് അവർ പറഞ്ഞത്? എണ്ണം. ഇനി ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കാം. ഒരു സെമ്മിന് പരമാവധി എത്ര പേപ്പർ? 6 പേപ്പറാണ് അവർ ചെയ്ത് തരികയുള്ളതിനാണ് 45,000 രൂപ. ഈ രണ്ടും കൂടി തോറ്റതും ജയിച്ചതും അവർ ഈ 6 എണ്ണത്തിനല്ലേ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് തരിക അല്ലേ? അപ്പൊ ഈ തോറ്റതും ജയിച്ചതും എല്ലാം കൂടി ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ആരാ തരിക? ഈ 2 സർട്ടിഫിക്കറ്റും കൂടി ഒന്നും എല്ലാവർക്കും കാണാൻ നല്ല ചന്തമുണ്ടാവും. 45,000 രൂപ കൊടുത്തതല്ലേ, എന്നിട്ട് അത് പൊന്നുപോലെ പൂജിച്ച് വെക്കും. എന്നിട്ട് നേരെ ഒരു കമ്മിറ്റിയിൽ കൊണ്ടുപോയി അടുത്ത ഹയർ എഡ്യൂക്കേഷനിൽ കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് അവർ പോലീസിനെ വിളിക്കും. ഇയാൾക്ക് നേരെ ജയിലിൽ പോയി കിടക്കാം. ഇതാണ് പറഞ്ഞത്. അതല്ലാതെ വേറെ എന്താണ് മാർഗം? വേറെ ഒരു മാർഗവും ഇല്ല. ഇല്ലാത്തത് എങ്ങനെ ഉണ്ടാക്കി തരും? ഇല്ലാത്തത് ഉണ്ടാക്കി തരുന്നത് കള്ളത്തരമല്ലേ? ആ കള്ളത്തരം ജയിലിലേക്ക് പോകാൻ ഇപ്പൊ എന്തോ ദൈവം എന്നിലൂടെ ഇയാളെ പറയിപ്പിക്കുന്നു. ഇനിയും ഇതൊക്കെ ആക്രാന്തം കൊണ്ടിട്ട് എനിക്ക് ഈ ലോകം കീഴ്പ്പെടുത്തണം, നാളെ എനിക്ക് ജോലി കിട്ടും, മറ്റന്നാൾ എനിക്ക് അഡ്മിഷൻ കിട്ടും, അത് കഴിഞ്ഞ് എനിക്ക് പരീക്ഷ കിട്ടും, അത് കഴിഞ്ഞ് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താ സംഭവിക്കുക? തട്ടിപ്പിൽ ചെന്ന് തല വെച്ച് കൊടുത്ത് പേപ്പറിൽ മറ്റൊരു വാർത്ത വരാൻ വേണ്ടി ഇയാളുടെ പേര് വരണ്ട. പറഞ്ഞത് ഒറ്റ കാര്യമേ വേണ്ടൂ. ഇഗ്നോയിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്? പുതിയ അഡ്മിഷൻ എടുക്കുക. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ തന്ന ഫോമില്ലേ, ഗൂഗിൾ ഫോം. അപ്പൊ എനിക്ക് വാട്സപ്പില് ഹലോ സർ അഡ്മിഷൻ എന്നല്ലോ. നേരായതാകണമെങ്കിൽ അങ്ങനെ ആവുമല്ലോ. അതല്ലാതെ ഒരു രക്ഷയില്ല. വളഞ്ഞ വഴിക്ക് പോയാൽ അവസാനം ജയിലിൽ പോയിട്ട് 10-15 കൊല്ലം ഇരുട്ടിൽ തപ്പാം. നേരെ നല്ല ജോലി കിട്ടി നല്ല ജീവിതം നയിക്കാൻ ഇത്തിരിയൊക്കെ ക്ഷമ കാണിക്കണം. നാട്ടിൽ ഇഷ്ടം പോലെ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ട്, തട്ടിപ്പുകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് ഞാൻ പറഞ്ഞു.
ഇഗ്നോയ്ക്ക് അകത്ത് പഠിച്ചുകൊണ്ടിരുന്നവർ ഒരു പേപ്പർ, ഒരു അസൈൻമെന്റ് പോലും ബാക്കിയുണ്ട് എങ്കിൽ, പൂർണ്ണമായി 100% വിജയിച്ചിട്ടില്ല എങ്കിൽ, അവർ തോറ്റു എങ്കിൽ, അവരുടെ കാലാവധി കഴിഞ്ഞു എങ്കിൽ, ഇഗ്നോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മേഴ്സിയും തരില്ല. ഒരു മല പോലുള്ള വലിയ ഒരു കുന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒരിക്കലും വരില്ല. നിങ്ങൾ ആ വലിയ മലയുടെ അടുത്തേക്ക് പോവുക തന്നെ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പുതിയ ഒരു അഡ്മിഷൻ എടുക്കുക. ആസ് എ ന്യൂ സ്റ്റുഡന്റ്, ഒരു പുതിയ വിദ്യാർത്ഥിയെ പോലെ ഒരു അഡ്മിഷൻ എടുക്കുക. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, ശങ്കരാചാര്യർ യൂണിവേഴ്സിറ്റി, തമിഴ്നാട്ടിലെ പെരിയാർ യൂണിവേഴ്സിറ്റി, അണ്ണാ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി, മനോന്മണി യൂണിവേഴ്സിറ്റി, ഈ ചിദംബരം, നമ്മുടെ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെ ഏത് യൂണിവേഴ്സിറ്റിയിലെ, ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ നേരത്തെ പഠനം പാതി വഴിയിലോ ഒരു പേപ്പർ എങ്കിലും 100% പൂർത്തിയായിട്ടില്ല, തോറ്റു, 1 കൊല്ലത്തിൽ തോറ്റു, അരക്കൊല്ലത്തിൽ തോറ്റു, 4 കൊല്ലം കഴിഞ്ഞ് തോറ്റു, 6 കൊല്ലം കഴിഞ്ഞ് തോറ്റു, എങ്ങനെ തോറ്റാലും മറ്റ് യൂണിവേഴ്സിറ്റികൾ ഈ അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ 2 കൂട്ടരും ശ്രദ്ധിക്കേണ്ടത്, അതായത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഇഗ്നോയിൽ നേരത്തെ അഡ്മിഷൻ എടുത്തവർ പുതിയ അഡ്മിഷൻ എടുക്കുമ്പോഴും മറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തവരും ആക്രാന്തം കൊണ്ട് അവർ മറ്റൊരു പുതിയ, അവർ ശരി മുബാറക് മാഷിന്റെ അടുത്ത് പോണ്ട എന്നുള്ള അർത്ഥത്തിൽ അവർ വേറൊരു അഡ്മിഷൻ എടുക്കുന്നു. അവിടെയും നിങ്ങളെ കാത്ത് ചില പ്രശ്നങ്ങൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ച സംഗതികൾ തന്നെ താങ്കൾക്ക് എടുത്തു തരണം. ഒരു അക്ഷയക്കാരന് അത് അറിയില്ല, അതൊരു കരിയർ എക്സ്പേർട്ടിനെ അറിയൂ. സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിനും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസും കേരളത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന 2 അംഗീകൃത സ്ഥാപനങ്ങളാണ്. സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, ഈ 2 സ്ഥാപനങ്ങൾ താങ്കൾക്ക് ചെയ്തു തരുന്നു. അതുപോലെ തന്നെ ഈ അഡ്മിഷൻ നേടിയ കുട്ടികൾക്ക് എടുക്കേണ്ട കോഴ്സുകൾ എന്താണ് എന്നും, ആ കോഴ്സുകൾക്ക് എത്രയാണ് കാലാവധി എന്നും, ആ കോഴ്സുകൾ ഓരോന്നും എത്ര ക്രെഡിറ്റ് വീതമുള്ളതാണ് എന്നും, ആ ഓരോ ക്രെഡിറ്റുകൾ എല്ലാം തന്നെ നിലവിൽ ഉള്ളതിനുമായി യോജിച്ചതാണോ എന്നും ഒരുപോലെ ഉള്ളത് എടുത്താൽ അല്ലേ അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ മറ്റൊരു ചതിക്കുഴിയിൽ നിങ്ങൾ ചെന്ന് ചാടേണ്ടി വരും. അപ്പൊ ആക്രാന്തം അരുത്. നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾക്ക് കുഴി കുഴിക്കും, അല്ലെങ്കിൽ കഫേക്കാരൻ കുഴിച്ചു തരും, അല്ലെങ്കിൽ അക്ഷയക്കാരൻ കുഴിച്ചു തരും. ഏറ്റവും വലിയ കുഴി കുഴിച്ചു തരുന്നത് നിങ്ങളുടെ കൂട്ടുകാരും വീട്ടുകാരുമാണ്. അറിയാത്തത് പലതും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധം വളരെ വളരെ വലുതാണ്. അപ്പൊ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുക? മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ. അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യുക? വളരെ സിമ്പിൾ ആയിട്ടാണ്. അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് അറിയണം, അറിഞ്ഞാൽ പോരാ, മനസ്സിലാകണം. എന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം ആണ്. ഒന്ന് ഇന്റേണൽ